बोला शिवसेना के जय 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 शिवसेना 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 जय जय शिवसेना बोला भारत भारत के बोला हरिवाल के बोला हरिवाल के बोला सुधीर गोविंद के बोला सुधीर गोविंद के जय 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 शिवसेना जय 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 शिवसेना जय 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 शिवसेना जय 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 शिवसेना बोला शिवसेना के बोला शिवसेना के കാരണം കേരളത്തിലെ തന്നെ മെട്രോ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളം ജില്ല ഇന്ന് ഏറ്റവും അപകടകരമായ രീതിയിൽ നേരിടുന്ന ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് ഈ പേരണ്ടൂർ കനാലിൻ്റെ അവസ്ഥ. കാരണം ഇത്തരം ഇലക്ട്രോണിക് സിറ്റി പോലുള്ള ഇലക്ട്രോണിക് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ, മറ്റു പല കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുന്ന എറണാകുളം ജില്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ എറണാകുളം നഗരത്തിലെ കൊച്ചിൻ കോർപ്പറേഷനിലെ വളരെ അനാസ്ഥയുടെ, കൊച്ചിൻ കോർപ്പറേഷൻ്റെ വളരെ മോശമായ അനാസ്ഥയുടെ ഒരു വിശേഷമാണ് ഈ കാണുന്ന പേരണ്ടൂർ കനാലിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ. ഇതിൻ്റെ ഏകദേശം 50 മീറ്റർ വരുന്ന ഈ പേരണ്ടൂർ കനാൽ ഇന്നിപ്പോൾ കാണുന്നത് 17 മീറ്ററോളം വീതിയാണ് ഇന്ന് പേരണ്ടൂർ കനാലിൻ്റെ അവസ്ഥ വരുന്നത്. കൂടാതെ മറ്റു പല ബിൽഡിങ്ങുകളുടെയും മറ്റു പല സ്ഥാപനങ്ങളുടെയും വേസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നേരിട്ടാണ് ഈ പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്. കൂടാതെ നമ്മൾ ഇന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ ഏക ഒരു പരിഹാര മാർഗമാണ് ഈ കനാലിൻ്റെ വീതി കൂട്ടുക എന്നുള്ളത്. അതുമല്ലാതെ തന്നെ ഇവിടെ ഈ കനാലുമായി ബന്ധപ്പെട്ട് ഏകദേശം 20ഓളം പാലങ്ങളാണ് അശാസ്ത്രീയമായി കൊച്ചിൻ കോർപ്പറേഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് വെയിലേറൊക്കെ സമയങ്ങളിൽ ഈ കനാൽ ഇത്ര മോശകരമായിരിക്കുന്ന ഈ കനാലിൻ്റെ മുഴുവൻ ഒരുവിധ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഈ കനാലിൻ്റെ വെള്ളം കയറുകയും അവരുടെ